തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പത്രസമ്മേളനത്തിലൂടെ വോട്ട് ചോരിയിൽ വ്യക്തത വരുത്തിയോ എന്നാണ് ചോദ്യം. പുതിയ വ്യക്തത വരുത്തിയോ? യഥാർത്ഥത്തിൽ കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ നാവായിട്ടാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസാരിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഈ ഓഗസ്റ്റ് 7-നാണ് രാജ്യത്തെ ഞെട്ടിച്ച വലിയ വെളിപ്പെടുത്തൽ, വലിയ കള്ളം പുറത്തു കൊണ്ടുവന്നത്. കൃത്യം 11-ാം ദിവസമാണ് വാർത്താ സമ്മേളനത്തിലേക്ക് വരുന്നത്. ഇതിനിടയ്ക്ക് എന്താണ് നമ്മൾ 2 പ്രാവശ്യം കണ്ടത്? നോട്ടീസായി പോകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് രാഹുൽ ഗാന്ധിക്ക് വരുന്നു. അതല്ലാതെ എക്സിലൂടെ ഒരു പ്രതികരണവും വന്നിട്ടുണ്ട്. ഇത് രണ്ടുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി ഈ പിഴവുകളുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന ഉണ്ടാകും എന്നുള്ള പ്രതികരണമായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല. ഒരു രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയ എതിരാളിക്ക് മറുപടി നൽകുന്ന രൂപത്തിലാണെന്ന് പ്രതികരിച്ചിട്ടുള്ളത്. ഇന്ന് ജ്ഞാനേഷ് കുമാറിൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധി വോട്ട് കള്ളം എന്ന വാക്ക് പ്രയോഗിച്ചതിലൂടെ ഭരണഘടനാ വിരുദ്ധമായി പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്മേൽ പല കാര്യങ്ങളായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ. ഇതിലൊക്കെ ഒരു അന്വേഷണം നടക്കുമോ എന്നുള്ള ചോദ്യമാണ് ആദ്യമാണ് മലയാളി മാധ്യമ പ്രവർത്തന ചോദ്യമാണ് വരുന്നത്. ആദ്യം അന്വേഷണം ഉണ്ടാകുമെന്ന ചോദ്യത്തിൽ അന്വേഷണം ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം വളരെ വിശദമായി കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു വരുന്നത് പിഴവുകളുണ്ട്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് പിഴവുകൾ പറ്റാം. അദ്ദേഹം പറയുന്നു ഈ ബൂത്ത് ലെവൽ ഓഫീസർമാർ 10 ലക്ഷം പേരുണ്ട്. അതുകൂടാതെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ട്. ഇവർക്കൊക്കെ തന്നെയും പിഴവുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള സമയമുണ്ട്. ആ സമയത്തിൽ അവർ പിഴവുകൾ കാണിച്ചിട്ടില്ല. അപ്പോൾ 45 ദിവസം സമയപരിധി എന്നുള്ളത് നേരത്തെ നോട്ടീസിൽ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിക്കുന്നു. അതായത് അതിനുശേഷം കൊണ്ടുവരുന്ന സത്യം അത് സത്യമല്ല, ആ സത്യം പരിശോധിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞിരിക്കുന്നത്. കാരണം അതിനുശേഷമാണല്ലോ ഈ തെളിവുകൾ കിട്ടുന്നത്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് വന്നിരിക്കുന്ന പിഴവ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് വന്ന പിഴവ് എന്ന് പറയുമ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും അടുത്ത യാത്ര തുടങ്ങിയിരിക്കുന്ന ദിവസമാണല്ലോ. എന്താണ് വോട്ടർ അധികാർ യാത്ര. ആ യാത്ര എന്നുള്ളത് ദീർഘനാളായിട്ടുള്ള 2 ആഴ്ച നീളുന്ന യാത്രയാണ്. 13 സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്ന യാത്രയാണ്. ആ യാത്രയുടെ തുടക്കത്തിൽ നടത്തിയ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, ഞാൻ ചില കാര്യങ്ങൾ വ്യക്തമാക്കി. അത് എൻ്റെ കയ്യിൽ ഞാൻ സ്വയമായി എടുത്തു പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്ന രേഖകളിൽ നിന്ന് ഞാൻ ചില കാര്യങ്ങൾ കണ്ടെത്തി അത് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതിൽ തെളിവ് തരണമെന്ന് പറയുകയാണ്. അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയ രേഖയിൽ ഞാനെന്ത് തെളിവ് തരാനാണ് അദ്ദേഹം ചോദിക്കുന്നത്. വളരെ കൃത്യമാണത്. രണ്ടാമത്തെ കാര്യം, എന്നോട് സത്യവാങ്മൂലം ചോദിക്കുകയാണ്. അപ്പോൾ BJPയുടെ നേതാവ് അനുരാഗ് ഠാക്കൂർ, അതായത് രാഹുൽ ഗാന്ധിക്ക് 6 മാസം എടുത്ത് 7 അടി പൊക്കത്തിലുള്ള കടലാസുകൾ പരിശോധിച്ച് കൊണ്ടുവരേണ്ട വിവരങ്ങൾ അപ്പുറത്ത് 6 മണ്ഡലങ്ങളിലെ ദിവസങ്ങൾക്കകം തന്നെ വളരെ പെട്ടെന്ന് വാർത്താ സമ്മേളനം നടത്തി രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം വയനാട്ടിലടക്കം കള്ളവോട്ടർമാരുണ്ട് എന്ന വാർത്താ സമ്മേളനം നടത്തിയല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് സത്യവാങ്മൂലം വേണ്ടേ? ആ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇതിനൊന്നും കൃത്യമായ മറുപടിയില്ല. ഇനി നോക്കൂ, ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെ അത്ര എന്താ പറയുക, രാഷ്ട്രീയ കൗശലത്തോടു കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ഒരു പ്രതികരണമാണ്. വോട്ടർമാരുടെ സ്വകാര്യത പറയുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ അമ്മമാരുടെ, എന്തുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകം പറഞ്ഞത്? ശകുൻ റാണിയുടെ പേരാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത്, വോട്ടർ ID-യിൽ ആദ്യം കാണിക്കുന്നത്. ശകുൻ റാണിയുടെ ക്രോപ്പ് ചെയ്തും ക്രോപ്പ് ചെയ്യാതെയുമുള്ള ഫോട്ടോകൾ എത്ര വോട്ടർ കാർഡുകളാണ് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ശകുൻ റാണി എന്ന 70-കാരിയെ അപമാനിക്കാനാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ അത് ചൂണ്ടിക്കാണിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ അമ്മ പെങ്ങന്മാരെ അപമാനിച്ചുകൊണ്ട് അവരുടെ സ്വകാര്യത നശിപ്പിച്ചുകൊണ്ട് ഞാൻ അനുവദിക്കില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കില്ല. വോട്ടർമാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്, വോട്ടർമാർക്ക് വേണ്ടി ഞങ്ങളിവിടെ മല പോലെ നിൽക്കുന്നു എന്നിങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ച് പറയുകയാണ്. ഇപ്പോൾ എന്താണ് ചോദ്യം? വോട്ടർമാരുടെ അവകാശം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യം. അതാണ് പ്രധാനപ്പെട്ട ആരോപണം. അപ്പോൾ ഞങ്ങളിതാ വോട്ടർമാർക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നത് ആരെ വിഡ്ഢിയാക്കാനാണെന്നൊരു ചോദ്യമുള്ളത്. ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് പീരയെന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി. ജനങ്ങൾ ഇത് ചോദിക്കും, ജനങ്ങൾ ഇത് കാണുന്നുണ്ടെന്നേ. ജനങ്ങൾ ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിൻ്റെ ആധികാരികതയും പുറത്തു വരുന്ന ഉത്തരത്തിൻ്റെ ആധികാരികതയും ജനം കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് ജനം കാണുന്നുണ്ട് എന്ന രാഷ്ട്രീയ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകണ്ട. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു അധികാരവും ഇല്ലേ? അദ്ദേഹം ഇപ്പോൾ അതാണോ പറഞ്ഞു വരുന്നത്? 45 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ നിരായുധരായി എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അതാണോ മനസ്സിലാക്കേണ്ടത്? എന്നിട്ട് ഒരു കള്ളന്യായം പറയാനാണ് 2019 സുപ്രീം കോടതി ഉത്തരവുണ്ടത്രേ, അതായത് സ്വകാര്യത മാനിക്കണമെന്ന്. അത് എന്തായിരുന്നു യഥാർത്ഥത്തിൽ? കമൽനാഥ് നൽകിയ ഒരു ഹർജിന്മേലാണ്. അത് VVPAT-മായി ബന്ധപ്പെട്ടാണ്. നോക്കൂ, ഓരോ കാലത്തും കാലം മാറുകയാണ്. ഇത് നമ്മൾ ഡിജിറ്റൽ ഇന്ത്യയിലാണ് ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ ആ ഡിജിറ്റൽ ഇന്ത്യയിൽ സാങ്കേതികമായി വന്നിരിക്കുന്ന മാറ്റം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധകമല്ലേ? അപ്പോൾ ഡിജിറ്റൽ രേഖകൾ നൽകില്ല എന്ന് പറയുന്നതിൽ ന്യായം 2019 ഉത്തരവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് എവിടെ നിന്നൊക്കെയോ സമർത്ഥിക്കാൻ വേണ്ടി ഒരു വരി കൊണ്ടുവന്ന് പറയുകയാണ് അത് ചെയ്യാൻ പാടില്ല, അത് നിയമവിരുദ്ധമാണെന്ന്. ഇത് ആരെയാണ് ഇത് ബോധ്യപ്പെടുത്താനാവുക? ഈ തരം മറുപടികളിലൂടെ ഇത് ആരെ തൃപ്തിപ്പെടുത്താനുള്ള മറുപടിയായിട്ടാണ് വരുന്നത് എന്നുള്ള ചോദ്യം. ഇനി ഈ പറയുന്ന ശകുൻ റാണിയുടെ വിഷയം അവിടെ പറയുമ്പോൾ
പിന്നെ പറയുന്നത് എന്താണ്? പിന്നെ പറയുന്ന രാഷ്ട്രീയ മറുപടി എന്താണ്? അഡ്രസ്സിൽ 0 വരുന്നത്. നോക്കൂ, തെരുവിൽ കിടന്നുറങ്ങുന്നവർക്ക് പോലും വോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണിത്. ഒരു ഔദാര്യമാണ്. തെരുവിൽ കഴിയുന്ന ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും ഉണ്ടെന്നാണോ അദ്ദേഹം പറഞ്ഞു വരുന്നത്? അപ്പോൾ ഇവിടെ സബ്കാ സാത്ത് സബ്കാ വികാസ് ഒക്കെ നടക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ മറുപടി നൽകുന്ന സ്ഥിതിക്ക് അതും ചോദിക്കാവുന്നതാണ്. ഈ തെരുവിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ടോ, അവർക്കും വോട്ടവകാശം, അവരുടെ അഡ്രസ്സൊക്കെ 0 ആയിട്ടാണ് ഞങ്ങൾ രേഖപ്പെടുത്താറ് എന്ന് പറഞ്ഞു. ഒരു പുതിയ വിവരമാണ്. അതിൽ ഭരിക്കുന്നവർ മറുപടി പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇത്രയും 0 എത്ര പേരുണ്ട് എന്നുള്ള കാര്യം അതവിടെ നിൽക്കുന്നു. ഇനിയിപ്പോൾ അച്ഛൻ്റെ സ്ഥാനത്തുള്ള ABCD EFGH വരുന്ന അതിൻ്റെ കാര്യമോ? മിണ്ടിയിട്ടില്ലല്ലോ. അച്ഛന്മാരില്ലാത്ത വോട്ടർമാർ അവരവരും മിണ്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അവരവര് സൗകര്യത്തിൽ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സൗകര്യത്തിലുള്ള മറുപടികൾ പറഞ്ഞുകൊണ്ട് 1.5 മണിക്കൂർ വാർത്താസമ്മേളനം, ചെറിയ സമയമൊന്നുമല്ല, 1.5 മണിക്കൂർ എടുത്തുള്ള വാർത്താസമ്മേളനം കൃത്യമായി രാഷ്ട്രീയം പറയുന്ന ഒരു വാർത്താസമ്മേളനമാകുന്നു. ഇനി ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന വലിയൊരു വിഷയം അവിടെ ഉയർത്തി കാണിക്കുമ്പോൾ അതൊരു വെറും വ്യാജ വോട്ടുകളും രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്ന ഒരു കള്ളമായി മാത്രം അതിനെ വ്യാഖ്യാനിച്ച് ചുരുക്കാൻ ശ്രമിച്ചാൽ അതിന് നിലനിൽക്കില്ല. കാരണം രാഹുൽ ഗാന്ധി ഇന്നത്തെ പ്രസംഗം വളരെ ചുരുക്കിയ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ പറയുന്നു, ഇവിടെ ആദ്യം പറയുന്ന മഹാരാഷ്ട്രയിലെ കാര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ്റെ മാജിക്കിൽ 1 കോടി വോട്ടർമാർ മഹാരാഷ്ട്രയിലുണ്ടായി എന്നാണ് അത് പറയുന്നത്. ആ മാജിക്കിൽ വന്നിരിക്കുന്ന 1 കോടി വോട്ടർമാർ, പുതിയ വോട്ടർമാർ എല്ലാം BJPക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. മുഴുവൻ പുതിയ വോട്ടർമാരും BJPക്ക് വോട്ട് ചെയ്യുകയും ഞങ്ങളുടെ നേരത്തെയുള്ള വോട്ടർമാർ അവിടെ നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു? മറുപടിയുണ്ടോ? ആ മറുപടി പറഞ്ഞില്ല. തോറ്റ് കഴിഞ്ഞിട്ടല്ല ഇവിടെ ചോദിക്കാൻ വരേണ്ടത് എന്ന മറുപടിയാണ് പറയുന്നത്. അതെന്ത് മറുപടിയാണ്? എങ്ങനെ 1 കോടി വോട്ടർമാർ കൂടി എന്നതിന് മറുപടി വേണ്ടേ? മറുപടിയില്ല. പിന്നീടാണ് ഈ പറയുന്ന കർണാടകയിലെ കാര്യം പറയുന്നത്. അതും നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം അത് ആവർത്തിക്കുന്നു. അതിനുശേഷം പറയുകയാണ്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ച് കാര്യം പറയുന്നുണ്ട്. SIR ആണ് പ്രതിവിധി. SIR ആണ് പ്രതിവിധി ആവർത്തിച്ച് പറയുകയാണ്. ശുദ്ധീകരണം നടത്തേണ്ടതുണ്ട്. അപ്പോൾ ശുദ്ധീകരണം SIR വരുത്തിയതിന് ശേഷം ഇപ്പോൾ ഈ വോട്ടേഴ്സ് ഗിൽഡോ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാക്കിയ പുതിയ പട്ടികയെക്കുറിച്ചാണല്ലോ. ആ പട്ടിക എന്ന് പറഞ്ഞാൽ UP-ൽ നിന്നും ആയിരക്കണക്കിന് വോട്ടർമാർ ഇവിടെ ബീഹാറിലെ പട്ടികയിൽ വന്നിരിക്കുകയാണ്. പുതിയ അതായത് എല്ലാം പരിഹരിച്ചുണ്ടാക്കിക്കുന്ന വൃത്തിയുള്ള ശുദ്ധീകരിക്കപ്പെട്ട പട്ടികയിൽ കാണുന്ന കാര്യമാണ് പറയുന്നത്. മറുപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊന്നും കാണാത്തൊന്നുമല്ലോ കമ്മീഷന് അറിയാം. അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നു, ഇന്ത്യ സഖ്യം, ഈ സഖ്യം ഒന്നിച്ചാണ്. ഇന്ന് അസുഖബാധിതനായി വയ്യാതിരിക്കുന്ന ലാലു പ്രസാദ് യാദവ് അടക്കം അവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള യാത്ര ബീഹാറിൽ മാത്രമായി ചുരുക്കേണ്ട. ഇന്നത്തെ പ്രസംഗത്തിൽ അത് മാത്രമല്ല പറയുന്നത്, ജാതി സർവേയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ ഈ പരിശോധനയിലേക്ക് കടക്കുകയാണ് എന്നുള്ളത് ഒരു മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ജനം ഏറ്റെടുത്താണ്. കാരണം വ്യക്തമായി ഏത് രാഷ്ട്രീയ പാർട്ടി ഇത് കൊണ്ടുവരുന്നു എന്നുള്ളതല്ല, ഇതിലൊരു കളവ് നടന്നിരിക്കുന്നു. ആ കളവിൽ നമുക്ക് അത് കളവല്ല എന്ന് വ്യക്തമാക്കുന്ന മറുപടി നമുക്ക് കിട്ടണ്ടേ? അത് ഒരു പൗരന്റെ ബേസിക്കായ അവകാശമാണ്. ആ അവകാശത്തിന്മേലാണ് നിങ്ങൾ മിണ്ടരുത് എന്ന് പറയുന്നത്. ഇനി വേറെ ഒരു വാനര പ്രതികരണമായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ഇവിടത്തെ മൈക്കുകൾ എത്ര തവണ അദ്ദേഹത്തിന് മുന്നിലേക്ക് വന്നു? തൃശ്ശൂർ അങ്ങ് എടുത്തു പോയതല്ലേ? പിന്നീട് മാധ്യമങ്ങളോട് എന്തൊരു പരമ പുച്ഛമാണ് ഇദ്ദേഹത്തിന്. ഇന്നും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വാനരന്മാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താസമ്മേളനം നടത്തി എന്തോ ഒന്ന് വലിയ അങ്ങ് പൊട്ടിക്കുന്നു വിചാരിച്ചിട്ടാണ് അദ്ദേഹം നെഞ്ചുരുക്കി മറ്റേ സിനിമാ സ്റ്റൈലിൽ പറഞ്ഞത്. അത് അവിടെ ചോദിച്ചാൽ മതിയെന്ന്. ഒരു മറുപടിയില്ല. അദ്ദേഹത്തിന് കിട്ടിയ കള്ളവോട്ടിനെ കുറിച്ച് ഒരു മറുപടിയില്ല. അവിടെ നിന്ന് ഒക്കെ ആൾക്കാരെ കൊണ്ട് താമസിപ്പിച്ച് ഈ പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ വോട്ടും ഫ്ലാറ്റുകൾ താമസിപ്പിച്ചതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മറുപടിയില്ല. ഇങ്ങനെ മറുപടി പറയാതെ നിങ്ങൾ തുടർന്നാൽ നിങ്ങൾക്ക് ജനം മറുപടി വേറെ നൽകിക്കോളും. Meet the editors.